ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫുഡിങ് ആണ് കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് ഒരു കാര്യം വേണ്ടേ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്നാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും എല്ലുകറിയാണ്. കപ്പയും എല്ലുകറിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനുള്ള സവോള എല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പം ഇതിനകത്തോട്ട് സവോള ഇട്ടൊന്ന് വഴറ്റണം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. നമ്മുടെ വാരിയൊക്കെ കഴുകിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ആകുമ്പോഴേ അടുക്കളക്കാതെ തോന്നിട്ടൊക്കെ ഇവിടെ പൂച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പൂച്ചയുടെ ശല്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ പൂച്ചയുടെ ശല്യമാണ്. അപ്പം നമ്മൾ കഥ വന്ന് തുറന്നിട്ട് അന്നേരം അകത്ത് കയറും. ഭയങ്കര ഇതാണ്, എത്ര ഓടിച്ചിട്ടാലും പോകത്തില്ല, കുറേ പൂച്ചയുണ്ട്. ഇപ്പം നമ്മുടെ സവോള വഴറ്റാനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു. നല്ലപോലെ എണ്ണ ഒന്ന് ചൂടാട്ടെ. എല്ലുകറി കപ്പയൊക്കെ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമുള്ളവർ കാണത്തില്ല, ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബീഫും കപ്പയാണ് മീൻകറിയേക്കാൾ ഇഷ്ടം. പിന്നെ കഴിക്കും എന്നേ ഉള്ളൂ, പക്ഷേ ബീഫും കപ്പയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിക്കനേക്കാളും ഒക്കെ ഇഷ്ടം ബീഫാണ്. അപ്പം നിങ്ങളൊക്കെ പറയും വെറുതെ അല്ല, വെറുതെ വരുന്നത് എന്നൊന്നും ഇല്ല കേട്ടോ. അതെ വല്ലപ്പോഴൊക്കെ. ഒത്തിരി നാളായി എല്ലുകറി വെച്ചിട്ട്, ഒത്തിരി നാളായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ ഒരു കൊതി തോന്നുമ്പോൾ ഇച്ചിരി മേടിക്കും. ഒറ്റ നേരത്തേക്കുള്ളതേ മേടിക്കത്തുള്ളൂ, ഒത്തിരി മേടിച്ച് വെക്കത്തില്ല. അത് കറി വെക്കും. പിന്നെ കുറേ നാളത്തേക്ക് മേടിക്കുകയാണ്. എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന സാധനം. എന്നൊക്കെ നെയ്യൊക്കെ ഒരുപാടുള്ളതാണ്, അതുകൊണ്ടാണ് ഒരുപാട് ഇതായിട്ട് ഉപയോഗിക്കാത്ത. ബീഫ് സ്വയമേ കൊളസ്ട്രോൾ കൂടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി, കടുകൊക്കെ പൊട്ടി തുടങ്ങി. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഞാൻ ഇതുപോലെ കൊത്തിയാണ് അരിയുന്നത്, നീളത്തി അരിയത്തില്ല. എന്നാൽ ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. മഴയൊക്കെ എങ്ങനെ, എല്ലാവർക്കും മഴയൊക്കെ കൂടുതലാണോ കുറവാണോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ കാലാവസ്ഥ ഇങ്ങനെ പോകുന്നു. ഇന്ന് പിള്ളേർക്കെല്ലാം അവധിയാണ്. KSUവിൻ്റെ ഏതാണ്ട് വിഷയമാണ്. ഇന്നലെ മുഴുവനും ചേർന്ന പിള്ളേരും എല്ലാം തിരക്കായിരുന്നു. കണ്ണൻ്റെ ക്ലാസ്സിൻ്റെ ഇത്, അച്ഛൻ്റെ അഡ്മിഷൻ്റെ ഇത്, അതിനുവേണ്ടി ഓടി നടക്കുമായിരുന്നു ഇന്നലെ മുഴുവനും. അങ്ങനെ രണ്ടുപേരുടെയും കാര്യത്തിൽ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം സെറ്റായി. ആ ഒരു കടമ്പ കഴിഞ്ഞു. സവാള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഉപ്പൊക്കെ ചേർത്ത് സവോള വഴറ്റ് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ടൊക്കെ ഇതിന് ഭയങ്കര പ്രധാനമാണ്. ഞായറാഴ്ച ദിവസമൊക്കെ മിക്ക വീടുകളിലും കപ്പയും എല്ലുകറി. അവിടോട്ടൊക്കെ കൂടുതൽ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും വെക്കും. അങ്ങോട്ടൊക്കെ കൂടുതലും ഞായറാഴ്ച ദിവസം കപ്പയും എല്ലുകറി ഒരു പ്രത്യേകതയാണ്. ഇവിടോട്ടൊന്നാണെങ്കിൽ അത്രയും പ്രത്യേകതയില്ല കേട്ടോ. ചേട്ടനൊക്കെ വേണ്ടി മേടിക്കത്തേ ഇല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും. പിന്നെ ഭാഗത്തിന് ബീഫും എല്ലാം കൂട്ടുന്നുണ്ട്, ഭാഗത്തിന് കുഴപ്പമില്ല. അതിൻ്റെ ഭാഗം അതിനാണെങ്കിൽ ഇറച്ചിയോ ഒന്നും കൂട്ടത്തില്ല, ചിക്കനോ ഒന്നും കൂട്ടത്തില്ല. മഴയാണെങ്കിൽ അതിനാണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. ആവിക്കൊരു കുറവുമില്ല. അപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ബാക്കി ഉള്ള അല്ലെങ്കിൽ കഴുകി വാരി വെച്ചേക്കണമല്ല. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിന് ശേഷം നമുക്ക് പിന്നെ കാണാം. നമ്മുടെ സവോളയും തക്കാളിപ്പഴവും എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടും കേട്ടോ. തക്കാളിപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് മസാലയാണ് ചേർക്കുന്നത്. മസാല ചേർക്കുന്നത് ഞാൻ മീറ്റ് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. എനിക്ക് ഈസ്റ്റേണിൻ്റെയാണ് കേട്ടോ ഇഷ്ടം.
ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു കൊഴുപ്പിനാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. ഈസ്റ്റേൻ്റെ മീറ്റ് മസാലപ്പൊടിക്കകത്ത് എല്ലാം നല്ലപോലെ ചേർന്നാണ് വരുന്നത്. അതുകൊണ്ടല്ലോ നമുക്ക് വേറെ പ്രത്യേകിച്ച് അവസാനം ഒരിച്ചിരി കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി ഒരു കറുപ്പ് കളറാക്കി എടുക്കണം. എന്നിട്ട് ബീഫ് ഇതിനകത്തിട്ടിടാവുള്ളൂ. നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കൊള്ളുകയില്ല. എണ്ണയില്ലാതെ നമ്മൾ എടുത്താണ്ടല്ലോ അതിനൊരു ടേസ്റ്റും കിട്ടത്തില്ല. എന്നിട്ടിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ശകലവും കൂടെ ഉപ്പ് വേണം. കൂടിപ്പോയി. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. നോക്കട്ടെ. ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഈ വാരിക്കകത്തുനിന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും കേട്ടോ. ചിലയിടത്തും നല്ല വാരി കിട്ടും കേട്ടോ. ചിലയിടത്തുനിന്ന് ചുമ്മാ എല്ലും കഷ്ണം മാത്രമായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇത് പക്ഷെ നല്ല വാരിയാണ്. വാരിയെന്നും എല്ലാം വാരിക്കറിയെന്നും എല്ലുകറിയെന്നും ഒക്കെ പറയുന്ന ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലപോലെ ഒരു ശരിക്കും വിസിലടിക്കണം കേട്ടോ. ഞാനൊരു 7-8 എണ്ണമൊക്കെ വിസിലടിപ്പിക്കും. കാര്യം വെച്ചാൽ നല്ലപോലെ വെന്താലേ ഈ എല്ലേന്ന് ഇതിങ്ങനെ വിട്ടു വരത്തുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് അടപ്പിച്ച് വേവിച്ചെടുക്കട്ടെ. കപ്പ വേവിക്കുമ്പോഴത്തേക്കും ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്താണ് വേവിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കപ്പ വേവിച്ചെടുക്കട്ടെ. കപ്പയൊക്കെ നല്ലപോലെ വെന്ത് കേട്ടോ. അരപ്പൊക്കെ ചേർത്ത് ഇനി ഇതൊന്ന് കുടഞ്ഞ് വേണ്ടേ. കുടഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുഴയ്ക്കാം. ഇവിടെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് കൊടുക്കത്തേ ഉള്ളൂ. എനിക്ക് നല്ലപോലെ കുഴച്ച് തരുന്ന ഒരാളുണ്ട് ഇവിടെ, ചേട്ടൻ നല്ലപോലെ. അവർക്കൊക്കെ കൈക്കൊക്കെ നല്ല ഒറ്റ തോണ്ടിനത് കുഴച്ചെടുക്കും. ചിലപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഞാൻ അരപ്പ് എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നല്ലപോലെ കുഴയണം കപ്പ. എന്നാലും ഉള്ളു ഇഷ്ടം. കപ്പ തന്നെയല്ല, ചക്കയൊക്കെ ആണെങ്കിലും കേട്ടോ. വിളയാത്ത ചക്കയൊക്കെ വെച്ച് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇച്ചിരി വിളവ് കുറഞ്ഞ ചക്കയാകുമ്പോൾ കുഴയാൻ പാടാണല്ലോ. അങ്ങനെയുള്ളതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് ഇനി ചേട്ടനോട് നല്ലപോലെ വെന്ത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇളക്കാലും മതി. ഒന്നും കൂടെ ഇളക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തു, കറി വെന്തു. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. കപ്പ എല്ലാം റെഡിയായി ഇളക്കി. ഇനി ഇത് കഴിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ കുറച്ച് മീൻകറിയുണ്ട്. പിന്നെ നമ്മുടെ എല്ലുകറി നല്ല പോലെ സെറ്റായി കേട്ടോ. നല്ല പോലെ സെറ്റായി. നെയ്യൊക്കെ നല്ല പോലെ ഉണ്ട്. ഇനി വിളമ്പട്ടെ. ഇതിലേക്ക് ഇത് എനിക്ക് കഴിക്കാനുള്ളതാണേ. അതിലേക്ക് നല്ല പോലെ എല്ലുകറി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മീൻകറി വേണ്ടവരുമുണ്ട്. ഒഴിക്കട്ടെ.
നല്ലപോലെ വെന്തു ബീഫൊക്കെ. ഇല്ല നോക്കി നല്ലപോലെ വെന്തു, തൊട്ടതേ വിട്ടുപോരുന്നുണ്ട്. ബീഫൊക്കെ നല്ലപോലെ വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ്. ഗ്രേവി നല്ലപോലെ ഇട്ടങ്ങ് ഇളക്കാം. ഇളക്കി വെച്ചാണ് എടുക്കാൻ തന്നിട്ട് ഗ്രേവിക്കകത്ത് കപ്പ കിടന്ന് കുഴഞ്ഞ് ഇതെങ്ങനെ ആക്കി വെച്ച് ഇതുണ്ട് എല്ലാം ഇതൊക്കെ എല്ലാം വിട്ടു വന്ന് എല്ല് മാത്രമേ. അപ്പം ഇവിടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇറങ്ങുന്നില്ല, ഇറക്കി കഴിയാണ്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഫാനിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഞങ്ങളിത് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കട്ടെ.